താരൻ്റെ ശല്യം ഒരു പ്രശ്നമായിട്ട് വരുന്നതിൻ്റെ സമയത്ത് നമ്മുടെ മുടിയിലെ താരൻ്റെ ശല്യം എല്ലാം മാറി, ചൊറിച്ചിൽ മാറി, മുടി നല്ലതായിട്ട് കറുപ്പായിട്ട് കിട്ടാനായിട്ടും നല്ലപോലെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ടും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് താരനല്ലേ, തലയിലുള്ള താരനല്ലേ. അപ്പോൾ ഈ താരൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വലിയതായിട്ടൊന്നും കാര്യം, ഓ താരൻ അതിപ്പോൾ എന്നാ കുഴപ്പം, അത് വരും പോകും എന്നൊക്കെ ചിന്തിക്കുമല്ലേ. പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഈ ഒരു താരൻ തലയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ആദ്യം ഈ താരൻ ചെറുതായിട്ട് രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മളെന്ത് വിചാരിക്കും, ഓ ഇത് സാരമില്ല, തലമുടി കഴിയുമ്പോൾ അങ്ങ് പോലെ ഇച്ചിരി എണ്ണ വെക്കുമ്പോൾ അങ്ങ് പോകും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശെ വരും. ചിലർക്ക് നല്ല കട്ടിയായിട്ടുള്ള താരനായിരിക്കും വരുന്നത്, ചിലർക്ക് പൊടി പോലെ വരും. എന്നിട്ട് അത് ഇങ്ങനെ ദേഹത്തെല്ലാം, നമുക്ക് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടാൽ കാണാം, ദേഹത്തെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ ഇതൊരു ഫംഗലാണ്. ഈ ഒരു താരൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ആ തോർത്ത് പോലും നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് മറ്റുള്ളവർ ഉപയോഗിക്കരുത്. നല്ല പോലെ എന്താണ് അലക്കുമ്പം ഒന്നെങ്കിൽ വേറെ ഇട്ട് നിങ്ങളത് അലക്കുക. അതായത് ഡെറ്റോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ഡെറ്റോൾ ഒഴിച്ചിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ആളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യും. അതെല്ലാവരും ഓർക്കണം. അപ്പോൾ ഈ താരൻ എന്ന് പറഞ്ഞ സംഭവം എന്നാലും നിസ്സാരക്കാരനല്ല എന്ന് വിചാരിക്കുക. ഇത് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്തില്ല, അങ്ങനെ നശിച്ചു പോകത്തില്ല. പക്ഷെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, അത് വരാതെ തടയാൻ പറ്റും. അപ്പോൾ അതിനുള്ള അടിപൊളി ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണണം. താരൻ മൂലം എന്താണ്, ഒരുപാട് മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, മുടിയുടെ ഗ്രോത്ത് കുറയും, മുടി മുരടിച്ച് പോകും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ താരൻ മൂലം ഉള്ളത്. താരൻ വന്നു കഴിഞ്ഞാൽ വരുമ്പം പൊടി പോലെ ആയിരിക്കും, പിന്നെ അത് കട്ടിയായിട്ട് മാറും, പിന്നെ നമുക്ക് ചൊറിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ ചൊറിഞ്ഞ് ആ സ്ഥലമെല്ലാം പൊട്ടും, ബ്ലഡ് വരും, അവിടെ കട്ടിയായിട്ടിരിക്കും, പൊറ്റൻ പോലെ ഉണ്ടാകും. ഇങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഈ താരൻ്റെ പ്രശ്നം. താരൻ നിസ്സാരക്കാരനേ അല്ല. അത് നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, അത് കൺട്രോൾ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലുള്ള ഒരാൾക്ക് വന്നാൽ മതി, ആ വീട്ടിലുള്ള എല്ലാവർക്കും അത് പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ കറക്റ്റായിട്ടുള്ള രീതി ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വരാതെ തടയാൻ പറ്റും. അതുപോലെ തന്നെ പേൻ ശല്യം, കുഞ്ഞു മക്കളുടെ വലയിലുണ്ട് താരനും പേൻ ശല്യം ഒക്കെ അല്ലേ. അപ്പോൾ പേൻ ശല്യം മാറാനായിട്ടും താരൻ മാറാനായിട്ടും നല്ലപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ താരന് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് അതേപോലെ തന്നെ ചെയ്യണം. ഈ ഒരു കാര്യം ഞാൻ കാണിക്കുന്നത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചെയ്ത് കഴിഞ്ഞ അന്നേരം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് 100% കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല വ്യത്യാസം വരും. ചെയ്താലല്ലേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയാലോ. എന്നാൽ ഓടിവായോ. നല്ല രീതിയിൽ നമ്മളിത് തേച്ച് ചെയ്ത് കഴിയുമ്പം തന്നെ നല്ലൊരു ഷൈനിങ് ആയിട്ടും നല്ലൊരു കറുപ്പോടുകൂടി മുടി കിടക്കും കേട്ടോ. എല്ലാവർക്കും നല്ലതാണ്. ബെസ്റ്റായിട്ടൊരു മസാജ് കൊടുക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നല്ല രീതിയിലുള്ള ആ ഒരു മസാജാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എപ്പോഴും നിങ്ങളോട് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കൊരു മസാജിനെ പറ്റി. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ തലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതിനായിട്ട് നമുക്ക് ചെറിയൊരു ഒരു പാത്രം എടുത്ത് ചെറിയൊരു പാൻ എടുത്ത് വെക്കുക. ഇതിപ്പോൾ കടുവൊക്കെ താളിക്കുന്ന ഒരു പാനാണ് കേട്ടോ. അതെടുത്ത് വെച്ചിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ, അതായത് നല്ല കോക്കനട്ട് ഓയിൽ എടുക്കണം കേട്ടോ. ഇത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന എണ്ണയാണെങ്കിലും മതി. ഞാൻ പറഞ്ഞത് നല്ല എണ്ണയാണ് എടുക്കുന്നത്, എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ തലയിൽ എത്രയാണോ തേക്കാൻ ഉപയോഗിക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, അല്ലാതെ ഇത് വലിയ ആനുകൂല പണിയൊന്നുമില്ല. പക്ഷേ നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കുളിച്ച് കഴിയുമ്പം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തലയ്ക്ക് നല്ലൊരു സുഖം കിട്ടും. അതുപോലെ തന്നെ തലയിലുള്ള ആ ചൊറിച്ചിലും മാറും, ഡാൻഡ്രഫ് പെട്ടെന്ന് മാറി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോലെ എന്താണ്, അതിൽ അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നിസ്സാര സംഭവങ്ങൾ മാത്രം മതി. അപ്പം നമുക്ക് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എണ്ണ ചൂടാക്കി എടുത്താലേ നമുക്ക് ഒരു പറയുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. ആ ചെറു ചൂടോടെ തന്നെ ഒരു ബൗളിലോട്ട് നമ്മൾ ഈ ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് തലയിൽ തേക്കാൻ ഏത് ഓയിലാണ് ഇഷ്ടം ആ ഓയിൽ എടുക്കാം. ഞാൻ പറയുന്നത് വെളിച്ചെണ്ണയെ പറയത്തുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിനി അതിനകത്തേക്ക് ചേർക്കേണ്ടത്
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് കർപ്പൂരം. അതായത് ഈ കർപ്പൂരം നമുക്ക് പിന്നെ അങ്ങാടിക്കടയിലും കിട്ടും, ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അതായത് ഈ പലചരക്കടയിലാണ് കൂടുതൽ ഈ ഒരു കർപ്പൂരം കിട്ടുന്നത് കേട്ടോ. ക്യാപ്സൂൾ രൂപത്തിലാണ് കിട്ടുന്നത്. ചെറിയ വട്ടത്തിലുള്ളതും കിട്ടും, നീളത്തിലുള്ളതും കിട്ടും. വട്ടത്തിലുള്ള ചെറിയ കനം കുറഞ്ഞ ക്യാപ്സൂളാണെങ്കിൽ 3 ഇട്ട് കൊടുക്കണം. കട്ടിയുള്ളതും നീളത്തിലുള്ളതും നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഒരു 2 ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കട്ടിയുള്ളതാകുമ്പോൾ ഒരു പിന്നെ 2 മതി. മറ്റേതൊരു 4-5 ഇട്ടു, 4-5 ഒക്കെ വരെ ഇട്ട് കൊടുക്കാം ചെറിയത്. കട്ടിയുള്ളത് ഒരു 2 ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളേ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് വേറെ ഒന്നും ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മുടെ കൈകൊണ്ട് തന്നെ പൊടിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല, അതിനകത്തൊരു സാധനം കൂടെ ചേർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലപോലെ അതിനകത്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളുമാണ്. നമ്മുടെ തലയിൽ തേച്ചാലും നമുക്ക് യാതൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ചേർക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനമാണ് നാരങ്ങ അല്ലേ. അപ്പോൾ നാരങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തലയിലെ താരൻ്റെ പ്രശ്നം കുറയ്ക്കാനായിട്ടും അതുപോലെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനായിട്ടും ഒക്കെ നമുക്ക് നാരങ്ങ പല രീതിയിലും നമ്മൾ ഹെയറിൽ ഉപയോഗിക്കാറുണ്ടല്ലേ. ഡയറക്റ്റ് നാരങ്ങ നീര് നമ്മൾ തലയിൽ തേക്കരുത്, അത് അഴുക്കാണ്, അത് ദൂഷ്യം ചെയ്യും. പക്ഷേ നമ്മൾ എന്തെങ്കിലും സാധനത്തിനകത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഓരോന്നും മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് മിക്സ് ചെയ്യുവാണ്. കറക്റ്റ് കാര്യങ്ങളായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ മേലാതെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ ഈ ഒരു പകുതി നാരങ്ങയുടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കോട്ടൺ വെച്ചോ നമ്മുടെ കൈ വെച്ചോ ചെയ്യുക. കോട്ടൺ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കോട്ടൺ വെച്ച് ചെയ്യുമ്പം നമുക്ക് നന്നായിട്ട് അതിനകത്ത് ഓയിൽ പിടിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു കോട്ടൺ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്ത് കൊടുക്കും. നേരത്തെയൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഒരു വട്ടമേ ചെയ്യുന്നുള്ളൂ. ഒന്നും പ്രശ്നമൊന്നും ഇല്ലാത്ത ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. ധാരാളം താരനും കട്ടിത്താരനും മുടി കൊഴിച്ചിലും അതുപോലെ മുടി പൊട്ടിപ്പോകലും ഈ പ്രശ്നമൊക്കെ ഉള്ളവരെ, ചൊറിച്ചിലൊക്കെ ഉള്ളവരെ ഇത് ആഴ്ച 2-3 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒരു മസാജ് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിക്കുന്ന പോലെ ഒരു മസാജ്, നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് കൊടുക്കണം. ഈ മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൈയൊക്കെ കഴുകി, എനിക്കാണെങ്കിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ കൈ കഴുകി, എനിക്ക് കൈക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കൈയൊക്കെ വിട്ടിട്ട് മാറി മറിച്ചും ഒക്കെയാണ് മസാജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാം, മറ്റേ കൈ നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ഹെയറിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൈ കഴുകും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കൈ കഴുപ്പ് കൂടുമല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെ എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം മസാജ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ ഇതുപോലെ മസാജ് സ്കാൾപ്പിൽ കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ഓയിലെല്ലാം സ്കാൾപ്പിലോട്ട് ഇറങ്ങുകയും നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുകയും ചെയ്യുന്നത് ഈ മസാജിങ്ങിലൂടെയാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഷാമ്പു ആണോ, ഡാൻഡ്രഫിനുള്ള ഷാമ്പു ആണോ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇതിനുശേഷം നല്ല രീതിയിലുള്ളൊരു കറുപ്പും കിട്ടും, നല്ല ഷൈനിങ് ആയിട്ട് മുടി കിട്ടുകയും ചെയ്യും. നമ്മുടെ തലയിലുള്ള താരനൊക്കെ നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും താരൻ്റെ ശല്യം മാറുമെന്ന് മാത്രമല്ല, താരൻ നമ്മുടെ തലയിൽ പിടിക്കത്തില്ല. ഈ ഒരു ഫംഗൽ പ്രോപ്പർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനമാണ് കർപ്പൂരം, അതുപോലെ നാരങ്ങാനീര്. ഇതെല്ലാം നമ്മുടെ താരനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ താരനുള്ള ആ ഒരു ഡാൻഡ്രഫിൻ്റെ ഹോം റെമഡി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും. പിന്നെ ഒരുപാട് ചൊറിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണ് എന്താ ചെയ്യുക, കുറച്ച് തുളസിയിലയുടെ നീരും കുറച്ച് പനിക്കൂർക്കയുടെ നീരും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഒരുപാട് പെയിൻ ശല്യമൊക്കെ, സാധാരണ പെയിൻ ശല്യമൊക്കെയാണ് പെട്ടെന്ന് മാറി കിട്ടും. ഒരുപാട് പെയിൻ ശല്യം, ഒരുപാട് അലർജിക്കായിട്ടുള്ള ഭയങ്കരമായിട്ട് പൊറ്റം പൊലിരിക്കുന്ന താരനൊക്കെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരു എന്താ പറയുക, കുറച്ച് ഒരു കൈപിടി പനിക്കൂർക്കയുടെ ഇല, ഒരു കൈപിടി തുളസിയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്യുക. അപ്പം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരത്തില്ല. ഇത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ഈ ഒരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാം. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചെയ്യാം, പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇതിപ്പോൾ ഇന്നർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഈ പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ തുളസിയിലയുടെ നീരോ പനിക്കൂർക്കയുടെ നീരോ പിഴിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് കഫക്കെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അലർജി പ്രശ്നം ഉള്ളവരും ഈ ഒരു പനിക്കൂർക്കയിലയുടെ നീരും തുളസിയിലയുടെ നീരും നിങ്ങൾക്ക് പിഴിഞ്ഞൊഴിച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിലുള്ള മസാജാണ് മസ്റ്റായിട്ടും കൊടുക്കേണ്ടത്. അപ്പം മസാജ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു നമുക്ക് നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യും. ഇതെല്ലാം അബ്സോർവ് ചെയ്ത് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. നമ്മുടെ ഈ മുടി കൊഴിച്ചിലും കുറഞ്ഞ് താരനൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ നമ്മുടെ മുടി കട്ടിക്കും വളരാനായിട്ടും അതുപോലെ തന്നെ കറുപ്പോടുകൂടി വളരാനായിട്ടും സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.